ഹായ് ഓൾ, വെൽക്കം ടു XandY Learning. നമ്മൾ കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്തുള്ള പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അതാണ്, എന്താണ് സാലറി അല്ലേ. ഓരോ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ, ഏത് ജോലിനെക്കുറിച്ച് പറയുമ്പോൾ, ഏറ്റവും ബാക്കി എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും എല്ലാവരും പറയും അതൊക്കെ പോട്ടെ ആദ്യം സാലറി പറയും എന്ന് പറയും അല്ലേ. എത്രയാണ് നിങ്ങൾക്ക് സാലറി കിട്ടുക, എത്രയാണ് ഈ ജോബിന് സാലറി കിട്ടുക, ഇതാണ് നമുക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉള്ളത്. അത് ഒന്നെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുമോ, എത്തിപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ, മറ്റുള്ളവർക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ അല്ലേ. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡോക്ടേഴ്സിൻ്റെ സാലറി ഇത്രയാണ് അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വളരെ വേരിങ് ആണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായ പിന്നെ ഡിമാൻഡ് കുറവുള്ള സ്ഥലങ്ങൾ, അന്ന് സാച്ചുറേഷൻ നടന്ന ഏരിയകളുണ്ട്, അവിടെ വളരെയധികം സാലറി കുറയും. എന്നാൽ പിന്നെ എക്സ്പെർട്ടൈസ് അനുസരിച്ച്, എക്സ്പീരിയൻസ് അനുസരിച്ച് അതിൻ്റെ സാലറി വളരെ കൂടിയ സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു റേഞ്ചേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിലും കുറവുണ്ടാകാം, ചിലപ്പോൾ അതിലും വളരെയധികം കൂടുതലും ഉണ്ടാകാം. പിന്നെ ഈ വീഡിയോയിലല്ലേ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, അതിനേക്കാൾ എത്രയോ കൂടുതലുണ്ടല്ലോ, വീഡിയോയിൽ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറവുണ്ടല്ലോ എന്ന് പറയാൻ നിൽക്കേണ്ടതില്ല. പൊതുവായ ഒരു ആവറേജ് സാലറിയാണ് നമ്മളിതിൽ പറയുന്നത്. പ്രത്യേകിച്ചും സാലറി പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും മാസം കിട്ടുന്ന ആ രൂപത്തിലല്ല. നമ്മളൊരു സാലറി പറയുമ്പോൾ പെർ ആനമാണ് പറയുക. ഒരു വർഷം എത്ര ടോട്ടൽ എന്നുള്ളതാണ്. നിങ്ങൾക്കത് ഒരു മാസത്തെ എത്രയാണെന്ന് അറിയണമെങ്കിൽ ബൈ 12 ചെയ്താൽ എന്ത് ചെയ്യും, അതിൽ ഏകദേശം ഒരു ആവറേജ് സാലറി കിട്ടും. ഈ പറയുന്നത് എല്ലാവർക്കുള്ള സാലറി അല്ല. ഇനി നിങ്ങൾ പോകുമ്പോൾ ആ ഡോക്ടർ അത്രയും വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്രയും വാങ്ങുന്നുണ്ടോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അതിൽ പല ഫാക്ടേഴ്സ് ഇൻക്ലൂഡാണ്. അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ലൊക്കാലിറ്റി, അതുപോലെ തന്നെ അവരുടെ എക്സ്പെർട്ടൈസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ ഡിപ്പെൻഡ് ചെയ്യും. അതിനനുസരിച്ചാണ് സാലറി ഉണ്ടാവുക. അപ്പോൾ ഏകദേശം ഒരു റേഞ്ച് എത്ര മുതൽ എത്ര വരെ, എത്രത്തോളം താഴാം എത്രത്തോളം പോകാം എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് റേഞ്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്നാമത്തത് ജനറൽ പ്രാക്ടീഷണേഴ്സ്, MBBS ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് ഒരു 3 to 10 lakh per annum ആണ്. 3 എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കുറവുണ്ടാവും എന്നൊക്കെ ആലോചിക്കാം. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ അത്ര കുറവുള്ള ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 3 മുതൽ 10 lakhs per annum വരെയാണ് ഒരു ആവറേജ് റേഞ്ച് നമുക്ക് MBBSൻ്റെ സാലറി പൊതുവിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും, പല ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇനി MD അല്ലെങ്കിൽ MS അങ്ങനെ സ്പെഷ്യലൈസേഷൻ പോയിട്ടുള്ള ആളുകൾ, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാലറി വരുന്നത് അതും ഓരോ സ്പെഷ്യലൈസേഷനും അനുസരിച്ച് മാറും കേട്ടോ. ചിലതൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അതിൻ്റെ സാലറി വളരെയധികം കൂടും. പിന്നെ ഡിമാൻഡ് കുറഞ്ഞതിനനുസരിച്ച് കുറയാനും ചാൻസ് ഉണ്ട്. എങ്കിലും ഏകദേശം ഒരു ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 to 30 lakhs അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പെർ ആനം എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു ആവറേജ് റേഞ്ച് വരുന്നത്. ചില സൂപ്പർ സ്പെഷ്യാലിറ്റീസിനൊക്കെ ഇതിനേക്കാളൊക്കെ വളരെയധികം കൂടുതലാണ്. അതൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്തില്ല, ഒരു ആവറേജ് റേഞ്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ 8 to 30 lakhs പെർ ആനം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് പൊതുവിൽ സ്പെഷ്യലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇനി ഡെൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം BDS അല്ലെങ്കിൽ MDS എടുത്തിട്ടുള്ള ഡെൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 2 to 8 lakhs per annum ആണ് ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ 2 വരെയൊക്കെ അല്ലെങ്കിൽ ആ രൂപത്തിലേക്കൊക്കെ കുറഞ്ഞ രൂപത്തിൽ കാണാൻ സാധിക്കും. അതിനെന്താ വെച്ചാൽ ഇപ്പം പൊതുവിൽ കേരളത്തിൻ്റെ കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ ഏകദേശം സംഭവിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പിന്നെ ഫെസിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ സാലറി കുറഞ്ഞ് നമുക്കതിൻ്റെ കാണാൻ സാധിക്കും. എന്നാൽ അതേ സമയത്ത് സ്വന്തമായി ക്ലിനിക്ക് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തമായി ആ നിലക്ക് ഒരു എക്സ്പെർട്ടൈസ് പ്രൂവ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം 8 lakh അല്ല അതിനേക്കാൾ മുകളിലും വാങ്ങുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലും ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ പൊതുവിൽ ഒരു ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത് 2 to 8 lakhs per annum ആണ് പൊതുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു സാച്ചുറേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് ആയുർവേദിക്, ഹോമിയോപ്പതിക് ആൻഡ് യുനാനി ഡോക്ടേഴ്സും ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പലപ്പോഴും ഹോമിയോ ഡോക്ടേഴ്സൊക്കെ, ആയുർവേദ ഡോക്ടേഴ്സ് ആണെങ്കിലൊക്കെ പലതരത്തിലുള്ള പിന്നെ പ്രശ്നങ്ങൾ അവരുടെ കമ്മ്യൂണിറ്റികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു സാച്ചുറേഷൻ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ 2 to 8 lakh per annum തന്നെയാണ് അവരുടെയും ഒരു നോർമൽ റേഞ്ച് സാലറി എന്ന് പറയുന്നത്. ഈവൻ 2 lakhs കുറവ് വാങ്ങുന്ന ഡോക്ടേഴ്സിനെ പോലും നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും. അതിൽ പിന്നെ പല കാര്യങ്ങൾ ഡിപ്പെൻഡഡ് ആണ്. അതിൽ വർക്ക് ഹവേഴ്സ് കുറവ് ആകുന്ന ഒരു ഫാക്ടർ കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയാണ് നമ്മൾ പൊതുവായി ഡോക്ടേഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കൃത്യം സാലറി ഇത്ര റേഞ്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്.
ഏകദേശം ഒരു ആവറേജ് പറയുന്നത് മാത്രമാണ്. അപ്പോൾ ആ നിലക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ കൂടുതലായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ, കൂടുതൽ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ എത്രയോ അപ്പുറത്തേക്ക് സാലറി വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുള്ള ഒരു ഏരിയയാണ് മെഡിക്കൽ രംഗം എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ മുമ്പൊക്കെ സംസാരിച്ചിട്ടുള്ള പോലെ സാലറിക്കൊക്കെ അപ്പുറത്ത് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനും ആ ഒരു പിന്നെ സൊസൈറ്റിയിലുള്ള ഒരു റെസ്പെക്റ്റ് ആൻഡ് പ്രസ്റ്റീജും ഒക്കെ ഈ ഒരു കരിയർ ചൂസ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡിസ്കഷനിൽ പറയാനുള്ളത്. ബാക്കി കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള, പ്രത്യേകിച്ച് മെഡിക്കൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.